ഇസ്ലാമിക തീവ്രവാദ സംഘടനകളോട് കടുത്ത ആഭിമുഖ്യം പുലർത്തുന്നവർ കേരളത്തിലെ പോലീസ് സേനയിൽ ഉണ്ടെന്നുള്ള വിശ്വസനീയമായ വാർത്തകൾ നാളുകൾക്ക് മുമ്പ് തന്നെ പുറത്തു വന്നതാണ്. കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ മനഃപൂർവ്വമായി തമസ്കരിച്ച ആ വാർത്തകൾ തന്റേടത്തോടെ പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ചുരുക്കം ചില വാർത്താ ചാനലുകളും സാമൂഹ്യ മാധ്യമങ്ങളുമായിരുന്നു. അത്തരം വാർത്തകളെ അക്ഷരം പ്രതി ശരിവെച്ചുകൊണ്ട് പോലീസിലെ തീവ്രവാദികളുടെ ഒറ്റുകാർ പിടിയിലാകുകയോ സ്ഥലം മാറ്റത്തിന് വിധേയരാവുകയോ ചെയ്തിരുന്നു. അപ്പോഴാണ് കേരള പോലീസിലെ 873 ഉദ്യോഗസ്ഥർ നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി മാതൃരാജ്യത്തെ ഒറ്റിക്കൊടുക്കുവാൻ തൊപ്പിയും ബെൽറ്റും മുറുക്കി ഇറങ്ങിയിരിക്കുന്നു എന്ന രീതിയിൽ വാർത്തകൾ വന്നത്. എന്നാൽ പിന്നാലെ കേരള പോലീസ് ആ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് അറിയിക്കുകയും ചെയ്തു. കേരളത്തിലെ ക്രമസമാധാന പാലനത്തിന്റെ ഭാരിച്ച ഉത്തരവാദിത്തം ചുമലിലേന്തി ഭരണഘടനയുടെയും നീതിയുടെയും വാഴ്ചയ്ക്കായി രാവും പകലുമെന്നെ പണിയെടുക്കുന്ന സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ തോള് ചേർന്ന് നടന്ന് ഇന്ത്യയെ മുച്ചൂട് മുടിക്കാൻ തക്കം പാർത്ത് പതിയിരിക്കുന്ന ബാഹ്യശക്തികളുടെ അച്ചാരം പറ്റി നമ്മുടെ ആഭ്യന്തര രഹസ്യങ്ങളെ ചോർത്തിക്കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥരെ പിടികൂടിയത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെയാണ്. പിടിയിലായ വിരലിൽ എണ്ണാവുന്ന അത്രയുള്ളൂ പോപ്പുലർ ഫ്രണ്ടിന്റെ പിണിയാളുകളെന്ന് ചിന്തിക്കുന്നത് തികച്ചും അബദ്ധമാണ്. അവർ എല്ലായിടത്തും കടന്നുകൂടിയിട്ടുണ്ട്. തിരിച്ചറിയപ്പെടാതെ ഒളിഞ്ഞു പ്രവർത്തിക്കുന്നവരുടെ എണ്ണം വാർത്തകളിൽ ഉള്ളതിലും വളരെ കൂടുതലാണ് എന്ന് കരുതുന്നവരുമുണ്ട്. നമ്മുടെ ആളുകൾ പോലീസിൽ ഉണ്ടാവണമെന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരുടെ വീഡിയോകൾ മുമ്പും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു. വല്ലവിധേനയും പോലീസ് സേനയിൽ കയറിപ്പറ്റിയില്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനത്തിന്റെ ബാക്കിയായി നിയമ നടപടി നേരിടുമ്പോൾ സ്റ്റേഷനിൽ നമുക്ക് സഹായത്തിന് ആളുണ്ടാവില്ല എന്ന കാര്യം ഉയർത്തി കഴിഞ്ഞ കാലങ്ങളിൽ അനേകരെ ഇവർ കേരള പോലീസിൽ എത്തിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കേരള പോലീസിൽ പ്രവർത്തിച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി ദാസ്യപ്പണി ചെയ്യുന്നവരുടെ പച്ച വെളിച്ചം എന്ന പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് മുമ്പേ തന്നെ കുപ്രസിദ്ധി നേടിയതായിരുന്നു. അതിന്റെ ഭീകരമായ വിശദാംശങ്ങൾ പുറംലോകമറിഞ്ഞത് RSS നേതാക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന് ചോർത്തി നൽകിയെന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തൊടുപുഴ കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ അനസിനെ സസ്പെൻഡ് ചെയ്തപ്പോഴായിരുന്നു. സമാന കൃത്യവുമായി ബന്ധപ്പെട്ട് മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ മിന്നിയ പച്ച വെളിച്ചത്തിന്റെ പ്രകാശത്തിൽ ASI അടക്കം 3 പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ് അച്ചടക്ക നടപടിക്ക് വിധേയരാക്കിയത്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് എന്ന വ്യാജേന പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് അഗ്നിശമന സേനാംഗങ്ങൾ പരിശീലനം നൽകിയതും ഇപ്പോൾ അതീവ ഗൗരവത്തോടെയാണ് കേന്ദ്ര ഏജൻസികൾ ഏറ്റെടുത്തിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് നേതാവായിരുന്ന റൌഫിന്റെ വിവാദ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തതുമായി ബന്ധപ്പെട്ട് നടപടി നേരിട്ട കോട്ടയം കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ റംല ഇസ്മായിലും പോലീസിലെ തീവ്രവാദ ബന്ധത്തിന് വ്യക്തമായ തെളിവായിരുന്നു. ഒടുവിൽ പോപ്പുലർ ഫ്രണ്ട് നടത്തിയ അവരുടെ ഒടുക്കത്തെ ഹർത്താലുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തവർക്ക് വഴിവിട്ട് സഹായങ്ങൾ ചെയ്തു കൊടുത്ത് പ്രതികളെ രക്ഷിക്കാൻ കിണഞ്ഞ് പരിശ്രമിച്ചതിന്റെ പേരിൽ എറണാകുളം കാലടി പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ സിയാദ് അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ക്രൈസ്തവ ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിക്കുന്ന ഇസ്ലാമിക പണ്ഡിതന്മാർക്കെതിരെ പരാതി നൽകിയാൽ കേസെടുക്കാത്തത്? എന്തുകൊണ്ടാണ് ലവ് ജിഹാദ് കേസുകൾ ഇത്ര ധൈര്യത്തോടെ ആസൂത്രണം ചെയ്യപ്പെടുന്നു? എന്തുകൊണ്ട് നാർക്കോട്ടിക് ലോബി അഴിഞ്ഞാടുന്നു? ഈ സംശയങ്ങളുടെ മുന നീളുന്നതും സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ മറവിൽ തീവ്രവാദികൾക്ക് വേണ്ടി പണി ചെയ്യുന്ന വിവിധ അധികാര ശ്രേണികളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരിലേക്കാണ്. പോലീസും സേനയുമെല്ലാം പാർട്ടികൾക്കും ആശയങ്ങൾക്കും അതീതമായി നീതി പുലർന്ന് കാണേണ്ടതിന് ചുക്കാൻ പിടിക്കേണ്ടതാണ്. എന്നാൽ പലപ്പോഴും ഭരണകക്ഷികളുടെ നിയന്ത്രണത്തിൽ നിന്ന് മാറി സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ അവർക്ക് സാധിച്ചില്ലെന്ന് വരാം. പക്ഷേ രാജ്യത്തിന്റെ സുരക്ഷയെ തകർക്കുന്ന തീവ്രവാദ ചിന്തകൾ വെച്ചു പുലർത്തുന്ന ഒരുത്തനെയും സേനയുടെ അടുത്ത് പോലും വെച്ചു പുറപ്പിക്കരുത്.